അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആരൻ ഫാമിലിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുഴിമന്തി ഉണ്ടാക്കാൻ പോകും കേട്ടോ. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കുഴിമന്തി ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഓർത്ത് ഞാൻ ചിക്കൻ വാങ്ങിച്ചിട്ട് മുളകൊക്കെ പറ്റി വെച്ചേക്കാണ്. ഇതിനകത്ത് ഞാൻ പുരട്ടിയേക്കണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ മല്ലിപ്പൊടി കുറച്ചിട്ടുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങ ഒരു 1.5 ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട്, ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെക്കണതാണ്. അപ്പം ഞാനിനി ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇതിങ്ങനെ മുളക് വെച്ച് വെച്ചേക്കണതാണ്. ഇത് ഞാനൊന്ന് ഫ്രീസറിലോട്ട് വെക്കുകയാണ്. ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ടാട്ടോ ഇതിന് ബാക്കിയുള്ള പണികൾ ചെയ്യുള്ളൂ. ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാം. പിന്നെ നമുക്ക് അതിന് അരി എടുത്ത് കുതിർക്കാനിടാം കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നേരെ കുതിർത്ത് വെക്കണമല്ലോ. അപ്പം കുതിർത്തി വെച്ചിട്ട് റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഒരു അരമണിക്കൂർ കിടന്നിട്ട് വരുവാണെങ്കിൽ എനിക്ക് കുറച്ച് റെസ്റ്റും കിട്ടും. അത് ശീലമായിപ്പോയി ഇപ്പോൾ കേട്ടോ. പിന്നെ ശീലമായിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെ നമുക്കിപ്പോൾ ഇത്രയും ദിവസങ്ങളിലൊന്നും എല്ലാ ദിവസമൊന്നും കിടക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എന്നാലും ഒരു 10 മിനിറ്റ് കിടക്കുവാണെങ്കിൽ ഒരു റിലാക്സ് കിട്ടും നമുക്ക്. അല്ലെങ്കിൽ ഫുൾ ടൈം പണി എന്തായാലും പണിയാണ്. അപ്പോൾ പിന്നെ നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം അത് ഞാൻ എങ്ങനെയായാലും കണ്ടെത്താൻ നോക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് സംസാരിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാനൊന്ന് ജസ്റ്റ് വേവൊന്ന് കിടക്കട്ടെ. നമുക്ക് ഫ്രീസറിലോട്ട് വെക്കരുത്. അമ്മ ഈ സിന്റി ദൂരാൻ പറ്റും. കാര്യമായിട്ട് ഇനി ഞാൻ വെള്ളത്തിൽ പിന്നെ ഇറങ്ങുള്ളൂ. വെള്ളം കുടിക്കണം. പാടില്ല, ഒരു തിരിയായിട്ട് കത്താൻ പാടില്ല. ഒന്നില്ലെങ്കിൽ 2 തിരിയായിട്ട് കത്തിക്കുക. പെട്ടുപോയാൽ അത് കത്തിക്കണ്ടേ. പിന്നെ അതെടുത്ത് മാറ്റാൻ കുഴപ്പമൊന്നുമില്ലത്. അത് ഈ പുണ്യാഹം തെളിച്ചതാണ്. പിന്നെ പുണ്യാഹം തെളിച്ച കുഴപ്പമില്ല. പുണ്യാഹമാണ്, അത് വേറെ ഒന്നുമല്ല. അപ്പോൾ സന്ധ്യയായി. ഞാൻ ഫുഡൊക്കെ ഇന്ന് ലേറ്റായി. മുഖമൊക്കെ വല്ലാതിരിക്കുകയാണ്. ക്ഷീണമായി. മൊത്തത്തിലായിരുന്നു. കുറച്ച് ഉറങ്ങിപ്പോയി. അപ്പോൾ ആ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഉറങ്ങിയാൽ പണി കിട്ടുമല്ലോ. അപ്പോൾ അതിലൊരു ക്ഷീണമുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കിയത്. ഇപ്പോൾ കുട്ടികൾക്ക് കുറച്ച് പലഹാരങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ബേക്കറി പലഹാരങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ കഴിച്ച് മക്കൾ വൈകുന്നേരം അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ എനിക്ക് പശുവിനെയൊക്കെ കറക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മന്തിക്കുള്ള ചിക്കൻ ഞാൻ മുളക് വെച്ച് വെച്ചിട്ട് അതൊന്നും റെഡിയാക്കിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ചിക്കൻ്റെ 2 പീസ് എടുത്ത് മാറ്റി വെച്ചു. അത് പിന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ബാക്കി 2 പീസായിട്ട് എടുത്തുള്ളൂ. അപ്പോൾ ആ 2 പീസ് പിന്നെ റൈസ് കുക്കറിൽ ഞാൻ വെള്ളം തിളപ്പിച്ച് വേറെ റൈസ് വേവിച്ചെടുക്കാൻ കേട്ടോ ചെയ്തത്. മസാലയൊക്കെ നമ്മുടെ ഗ്രാമ്പൂ ഏലൊക്കെ ഇട്ടിട്ട് വേവിച്ചു. ഞാനിത് എൻ്റെ ഒരു ഐഡിയയിലാട്ടോ ഉണ്ടാക്കണത്. എല്ലാ പ്രാവശ്യവും ഒരേ രീതിയിലല്ല, പല രീതിയിലാണ് ഉണ്ടാക്കണത്. ഇപ്പോൾ പിരി ചിക്കൻ പോലെയാട്ടോ ഉണ്ടാക്കിയേക്കണത്. ചിക്കൻ ആദ്യം ഒന്ന് കുക്കറിൽ വേവിച്ചെടുത്തിട്ട് ആ ഒരു വെള്ളത്തിലാണ് റൈസ് ഇപ്പോൾ ഇട്ടേക്കണത്. അപ്പോൾ നമുക്കിപ്പോൾ പിരി ചിക്കനും അതിനകത്തോട്ട് ഇട്ടിട്ട് ഒരു വിസിൽ കേൾക്കണ രീതിയിൽ എടുക്കാം. നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ ചിക്കൻ. അപ്പോൾ ഇനിയിപ്പോൾ ഇതും കൂടി അങ്ങോട്ട് ഇട്ടേക്കാം മസാല. പിടിച്ചോളൂ കുട്ടി. ഹായ് ഗൈസ്. കുറച്ച് മതി കേട്ടോ. ഇതിപ്പോൾ രാത്രിത്തേക്കല്ല ഒരുപാട് ഇത് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത്. പക്ഷേ ഈ രാത്രി സമയങ്ങളൊക്കെ നമ്മൾ ഒരുപാട് അങ്ങോട്ട് തള്ളി വയറ് നിറച്ച് കഴിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഈ പീസ് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കിടക്കട്ടെ. വറുത്ത ഞാൻ ചോറിച്ചോളാം. അത് മറ്റേ കഴുത്താടി കഴുത്തിഷ്ടമാണോ? കഴുത്താടി ഇതൊക്കെ കഴിക്കുക.
പാത്രങ്ങൾ ഈ ഒരു 2 ചിക്കൻ ഉള്ളൂ. 2 ചിക്കനുള്ളൂ. അപ്പൊ ഇതാ ഇത് ഇനി വേറെ ദിവസം ഉണ്ടാക്കാം. ഇവിടെ 2 ചിക്കൻ തികയുന്നാണ് പറയണത്. രാത്രിയാണ് ഫുഡ് അധികം കഴിക്കുന്നത്. കുറച്ച് മീൻകറി കലത്തിലൊക്കെ അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് വേണ്ട ചിക്കൻ വേണ്ടേ നമുക്ക്? ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രം മതി. ാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പരാതി പറഞ്ഞിട്ട് പോയതാട്ടോ. അയാൾ പറയണ കേട്ട് കഴിഞ്ഞാൽ എന്തോ ഭയങ്കരമായിട്ട് കഴിക്കണ പോലെയാണ്. പക്ഷെ ഇഷ്ടമാണ്, എല്ലാവർക്കും മന്തി ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ആവട്ടെ, ഞാൻ ഒന്ന് കുക്കർ ഓണാക്കട്ടെ കേട്ടോ. അപ്പോൾ അതേ ഈശായിട്ട് കൊണ്ടുവന്ന മിഠായി ഉണ്ട് കേട്ടോ, അതൊന്ന് കുറച്ച് കഴിക്കുകയാണ്. മിഠായി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന മിഠായിയേക്കാം. ഇതിപ്പം കുഴപ്പമില്ലല്ലേ? പറഞ്ഞില്ലേ കരിഞ്ഞു അടി കുറച്ച് കരിഞ്ഞു പോയി അല്ലേ? കരിഞ്ഞതിൻ്റെ ടേസ്റ്റ് വല്ലണ്ടോ? ഇല്ലല്ലോ, ചെറുതായിട്ടുണ്ടോ? അത്രയ്ക്ക് മൂക്കിന് മണമുള്ളവർക്ക് കിട്ടുള്ളൂ, രേശാന് കിട്ടുന്നുണ്ടാവില്ല അല്ലേ? അടുത്ത വർഷം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ നല്ല മാസമായിരുന്നു. എടുക്കണ പോയിട്ട് ശിഷ്യന്റെ മോനെ പണിയൊക്കെ കഴിഞ്ഞു. സമയം എട്ടര. എൻ്റെ അടുക്കള ക്ലീനിങ് കഴിഞ്ഞു. കുഴിമന്തി ഉണ്ടാക്കിക്കൊണ്ട് കുട്ടികളൊക്കെ വേഗം കഴിച്ച് എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞ് എൻ്റെ അടുക്കള ഇവിടുത്തെ ക്ലീനിങ് കഴിഞ്ഞ് ഇതേ ഒരാൾ ഗിറ്റാറൊക്കെ എടുത്തേക്കാട്ടോ. പഠിച്ചു പഠിച്ച് അടുക്കള വരെ എത്തിയിട്ടോ എല്ലാവരും. ബുക്കായിട്ട് വഴിനീളെ നടക്കാം. എല്ലാവർക്കും എക്സാമാണ്, ഞങ്ങൾക്ക് ഇന്റേണൽ. അതെന്താ ഞാൻ പറഞ്ഞതല്ല, അതെന്റെ കുട്ടിയെ ആഴമെടുക്കണ്ട, മൊത്തം പോകണ്ട. എനിക്കറിയാം കാര്യത്തിൽ തീരുമാനമായി. വിളി വിളി മറ്റനെ വിളി, കൃഷിനെ വിളി. അമ്മ അങ്ങാണ്ടി അറിയാൻ പാടാതെ ഉപയോഗിച്ച പൊട്ടുന്നത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനാ പഠിക്കാൻ പോയിട്ടില്ലല്ലോ. ഇതിന്റെ കാര്യത്തിൽ തീരുമാനമായ അല്ലേ? സിമ്പിളോ? അതിന്റെ ഉള്ളിൽ അങ്ങനെ സൂചി വെച്ച ഇത് വെച്ചാ ഇങ്ങനെ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ രാത്രി ബ്രഷ് ചെയ്തത്. രണ്ട് പല്ല് പോയി. കാരണം വരുന്നതല്ല, ഈ അരി കഴിക്കുന്ന കാരണം കേട്ടോ. എടുത്തു വെക്കാതെ പോണ്ട. അതൊക്കെ കൂടി വിളിച്ചു വീഡിയോ കിട്ടിയാണോ പൊട്ടിയതൊക്കെ? അപ്പൊ ഇന്നത്തെ വീഡിയോ ചെറിയ ചെറിയ വീഡിയോ ഇത്രയും ഉള്ളൂ കേട്ടോ.
കാണണം, വീട്ടിലെ ചെറിയ ചെറിയ ഒരു കാര്യങ്ങളൊക്കെ കാണാനല്ലാതെ പ്രത്യേകിച്ച് കണ്ടന്റ് ആയിട്ടൊന്നും ഇല്ല. പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മളെ കാണാൻ പറ്റാത്ത വിശ്വാസമേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ ബൈ. അമ്മ പഞ്ഞ് കിട്ടാതെ പൊത്തിട്ട് തൂത്തുകളെ അമ്മ മഞ്ഞളാ കുഞ്ഞപ്പനെ എന്നാലും മുഖത്ത് അത്ര ടെൻഷനൊന്നും ഉണ്ടായില്ല പൊട്ടിയിട്ട് അല്ലേ? ഞാൻ എട്ടിപ്പോയി കൈകൊണ്ട് സാധനങ്ങൾ അടിച്ചോണ്ടേ അപ്പൊ ടാറ്റാ. ആ, പോവും.